ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം സൈസിൽ 4 ബീട്രൂട്ടാണ് എടുത്ത് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളിയിൽ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാമേ. ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ഇനി ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ട് അധികം വെന്ത് പോകരുത്. കൂടെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി എത്ര ചേർക്കുന്നോ അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 മിനിറ്റും കൂടെ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് 1 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഞാനിതാ പിറ്റേ ദിവസമാണ് തുറന്ന് നോക്കുന്ന. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലത്തെ നല്ല ഹെൽത്തി റെസിപ്പികൾ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ വായോ. അപ്പോൾ ഞാനിത് തയ്യാറാക്കിയത് ഗൾഫിൽ കൊടുത്തു വിടാനാണ് കേട്ടോ തയ്യാറാക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്